കുസാറ്റ് കാറ്റ് 2024 എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുസാറ്റിൻ്റെ സൈറ്റിൽ പോവുക, ഈ മെനു ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്, അതായത് ഏത് ടെസ്റ്റാണോ നിങ്ങൾ എഴുതിയത് അത് ഇവിടെ സെലക്ട് ചെയ്യണം. ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിൽ നിങ്ങൾ ഏത് ടെസ്റ്റാണോ അറ്റൻഡ് ചെയ്തത് അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. നിങ്ങൾ 5 ഇയർ BBA LLB ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വ്യൂ റാങ്ക് ലിസ്റ്റ് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് 5 ഇയർ BBA LLBയുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ നോക്കിയാൽ മതി. പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്ര റാങ്ക് ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. അതല്ല നിങ്ങൾ BCom LLB ആണ് എഴുതിയെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വ്യൂ എന്നിട്ട് BCom LLBയുടെ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ BSc കമ്പ്യൂട്ടർ സയൻസ് LLB ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് വ്യൂ റാങ്ക് ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ BSc കമ്പ്യൂട്ടർ സയൻസ് LLB എൻട്രൻസ് എക്സാം എഴുതിയവരുടെ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. പിന്നെ 3 ഇയർ LLBയും ഇതുപോലെ തന്നെയാണ്. 3 ഇയർ LLB ഈവനിങ് എന്ന പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് വ്യൂ റാങ്ക് ലിസ്റ്റ് കൊടുക്കുമ്പോൾ 3 ഇയർ LLBയുടെയും റാങ്ക് ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഇതെന്ന് പറയുന്നത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അതെല്ലാം പരിഹരിച്ചിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും. കുസാറ്റ് സൈറ്റ് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇതേ റാങ്കൊക്കെ തന്നെയായിരിക്കും. ചെറിയ ആർക്കെങ്കിലും മാർക്ക് കാരണോ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. അപ്പം ഇത് തന്നെയായിരിക്കും ഏകദേശം നിങ്ങളുടെ റാങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ റാങ്ക് വെച്ച് നമുക്ക് കുസാറ്റിൽ അഡ്മിഷൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം വരെയുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതോടൊപ്പം കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടി കണ്ടു നോക്കും, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന റാങ്ക് തന്നെ കിട്ടിയോ, നിങ്ങൾക്ക് റാങ്ക് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നോക്കുക. ഓക്കെ, ഫ്രണ്ട്സൊന്നും അറിഞ്ഞിട്ടില്ല, റാങ്ക് ലിസ്റ്റ് വന്ന കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അതോടൊപ്പം റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവരും അതോടൊപ്പം എക്സാം എഴുതിയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് പറയുകയാണ്. കാരണം നിങ്ങൾ എക്സാം എഴുതി, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഒരുപാട് കുട്ടികൾ തയ്യാറെടുത്ത് എഴുതുന്ന എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിന്നറാണ്. എന്നാലും നമുക്ക് അത്യാവശ്യം മാർക്കും ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കിട്ടുക. എന്നാലും നിങ്ങൾ പേടിക്കേണ്ട, ഇപ്രാവശ്യം ഇത്തിരി ഈസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും മാർക്കും റാങ്കും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നോക്കാം, നിങ്ങൾക്ക് അഡ്മിഷന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഒന്ന് നോക്കാം.